നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 22/8/2026 ശനിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. ഇന്ന് 1 ഗ്രാം സ്വർണ്ണവിലയിൽ 140 രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഒരു പവൻ 1120 രൂപയാണ് ഒറ്റയടിക്ക് ഇന്ന് കൂടിയത്. ഡോളർ ദുർബലമായതും അമേരിക്കൻ ബോണ്ട് ആദായത്തിലുണ്ടായ കുറവും സ്വർണത്തിന് കരുത്തേകി. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് ആഭ്യന്തര വിലയിൽ സ്വർണത്തിനും കുതിപ്പ്. US ഫെഡറൽ റിസർവിൻ്റെ പണപ്പെരുപ്പ് ആശങ്കകളും സ്വർണ്ണ വിപണിയെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. പുത്തൻ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ജൻസികൾക്കിഷ്ടം അവരവരുടെ ഡ്രസ്സിന് മാറ്റി നൽകുന്ന ആഭരണങ്ങളോടാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വില വർദ്ധിച്ചെങ്കിലും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ലെന്ന് മലബാർ ഗോൾഡ് അസോസിയേഷൻ്റെ MB അഹമ്മദ് പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില വിശദമായി നോക്കുമ്പോൾ 22 ക്യാരറ്റ് 1 ഗ്രാം 14,950, ഒരു പവൻ 1,19,600 അതുപോലെ 24 ക്യാരറ്റ് 16,309, ഒരു പവൻ 1,30,472 അതുപോലെ 18 ക്യാരറ്റ് 12,232, ഒരു പവൻ 97,856 ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇവിടെ പോകുമ്പോൾ പണിക്കൂലി, GST, ഹാൾമാർക്ക്, കടവാടക എല്ലാം കൊടുക്കേണ്ടി വരും. ഇന്നത്തെ വിശദമായ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 276, RSS 5 കിലോ 271, ISNET 252, ലാറ്റക്സ് 60% 197.60. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 276, RSS 5 കിലോ 271. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 267, RSS 264. റബ്ബർ വില രാവിലെ ആയിട്ട് നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് വൈകിട്ടും. രാജ്യാന്തര വിപണിയിൽ റബ്ബറിന് ബാങ്കോക്ക് വിലമാറ്റമുണ്ടെങ്കിലും ആഭ്യന്തര വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നും. ഓണം പ്രമാണിച്ച് കർഷകർ ഉള്ള സ്റ്റോക്ക് വിറ്റഴിക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം ഓണത്തിന് ധാരാളം പൈസ വേണ്ടി വരും. അതുപോലെ ഈ ഓണത്തിന് സർക്കാർ ജീവനക്കാർക്ക് നല്ല ഗോളടിച്ചിരിക്കുകയാണ്. ബോണസ് 4,500 രൂപ, അഡ്വാൻസ് 20,000 രൂപ, ഉത്സവത്ത 3,000 രൂപ. കർഷകർക്കൊന്നും ഇല്ലയോ ഇത്? ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്ര ആവശ്യത്തിലേറെ ബോണസും മറ്റും എന്തിനാണ് കൊടുക്കുന്നത്? പാവപ്പെട്ട ദിവസക്കൂലിക്കാർക്ക് സഹായം കൊടുക്കേണ്ടതും അതേസമയം കർഷകർക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുകയും വേണം. ഇപ്പോൾ വിപണിയിൽ മെഷീനുകൾ 50% ഡിസ്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ അത് കിട്ടുന്ന പോലുമില്ല. പല കമ്പനികളിലും എല്ലാം തിയറി മാത്രമേ ഉള്ളൂ. 50% ഡിസ്കൗണ്ടിൽ മെഷീനുകൾ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. ഇതുവരെ അത് കിട്ടിയത് പോലുമില്ല. ഗവൺമെൻറ് ഇതിനെപ്പറ്റി ചിന്തിക്കുകയും വേണം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.